പമ്പയിൽ അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ വനം വകുപ്പ് സംവിധായകൻ അനുരാജ് മനോഹറിന്റെ മൊഴിയെടുത്തു. അബദ്ധം പറ്റിയതാണെന്നും പിഴയടയ്ക്കാൻ തയ്യാറാണെന്നും സംവിധായകൻ അറിയിച്ചു. പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയാണ് മൊഴി നൽകിയത്. ഷിജോ കുര്യൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ഇപ്പോൾ ഈ അബദ്ധം പറ്റി എന്ന് അത് പറയുകയും അതോടൊപ്പം തന്നെ പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്ന് സംവിധായകൻ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണോ ഇപ്പോൾ ഈ മൊഴിയെടുപ്പ്? അതെങ്ങനെയാണ് ഇപ്പോൾ വനം വകുപ്പ് ഈ രീതിയിൽ അത് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നുണ്ടോ സംവിധായകന്? അബദ്ധമാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ. സ്മിത, മകരവിളക്ക് ദിവസം ശബരിമലയിലും പമ്പയിലും സമീപ പ്രദേശങ്ങളിലും സിനിമാ ചിത്രീകരണം നടത്തിയെന്നാരോപിച്ചുകൊണ്ട് സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ വനം വകുപ്പ് കേസെടുത്തിരുന്നു. ഈ കേസെടുത്തതിന് പിന്നാലെ വനം വകുപ്പിന്റെ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാട്ടി വനം വകുപ്പ് അനുരാജ് മനോഹറിന് കഴിഞ്ഞ ദിവസം നോട്ടീസ് കൂടി അയച്ചിരുന്നു. ആ നോട്ടീസ് കൂടി അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അനുരാജ് മനോഹർ ഇന്ന് ഉച്ചയോടുകൂടി പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുപ്പിന് ഹാജരാകുകയും ചെയ്തത്. ഈ മൊഴിയെടുപ്പിൽ തനിക്ക് അബദ്ധം പറ്റിയതാണ്, അതായത് പമ്പയിലും സമീപ പ്രദേശങ്ങളിലും ഹിൽ ടോപ്പിലും അടക്കം സിനിമാ ചിത്രീകരണം നടത്തിയത് തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അനുരാജ് മനോഹർ പറഞ്ഞത്. ഇതിന് പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അനുരാജ് മനോഹർ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കേസ് വനംവകുപ്പ് അവസാനിപ്പിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അനുരാജ് മനോഹർ മൊഴിയെടുപ്പിന് ഹാജരായത്. ഈ മൊഴിയെടുപ്പിലാണ് തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നും പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അനുരാജ് മനോഹർ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. പമ്പയിൽ അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ അനുരാജ് മനോഹറിന്റെ മൊഴിയെടുത്തത്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും പിഴയടയ്ക്കാൻ തയ്യാറാണെന്നും സംവിധായകൻ അറിയിക്കുകയും ചെയ്തു. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.